ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? ഇങ്ങോട്ട് പോരാ, ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് പരിപ്പ് വെള്ളത്തിലിട്ട് അത് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കുക. പരിപ്പ് വെന്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറി അരിയുന്ന വിധമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക. അതിലേക്ക് ഒരു സബോള അരിഞ്ഞിടുക, പിന്നെ 2-3 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 3-4 പച്ചമുളക്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം ചേർക്കുക. അതിലേക്ക് അല്പം ഉപ്പ് പൊടി ഇടുക, അല്പം മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് അത് ഇളക്കി നമുക്ക് വേവിക്കാൻ കുക്കറിലേക്ക് വെക്കാം. 1-2 വിസിലടിച്ചാൽ മതി. കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ കഷ്ണമെല്ലാം വെന്തു പോകും. വിസിലടിച്ച് കഴിയുമ്പം അതിൻ്റെ എയറെല്ലാം കളയുക. നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് താളിപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം എണ്ണയൊഴിച്ച് അല്പം ഉള്ളി അരിഞ്ഞിടുക. ഉള്ളി, മുളക്, കടുക് എന്നിവയെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിൽ നിന്നും കുറച്ച് കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം വെള്ളവും കഷ്ണവും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കതിന് ശേഷം അതിലേക്ക് സാമ്പാർ പൊടി, ഞാനിവിടെ വേറെ പൊടികൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാനിവിടെ സാമ്പാർ പൊടി മാത്രമാണ് ചേർക്കുന്നത്. സാമ്പാർ പൊടി, അതിലേക്ക് അല്പം കായപ്പൊടി എന്നിവ ചേർത്ത് ആ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിക്കുക. അതിനുശേഷം ആ മൂപ്പിച്ച മിക്സ് നമുക്ക് അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പുകൂടി ചേർക്കണേ. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് വേണം അത് മൂപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആ താളിപ്പ് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം. അത് മിക്സ് എല്ലാം അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അത് തിളയ്ക്കുന്നത് വരെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ സാമ്പാർ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്